ജങ്കാർ സർവീസ് നിലച്ചിട്ട് ഒരു വർഷം പിന്നിട്ടിട്ടും നടപടികളാവാത്തതിൽ പൊന്നാനി നഗരസഭ കൌൺസിൽ യോഗത്തിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്ത്. പ്ലക്കാർഡുകളേന്തിയാണ് കൌൺസിലർമാർ പ്രതിഷേധിച്ചത്. പൊന്നാനി പടിഞ്ഞാറേക്കര ജങ്കാർ സർവീസ് നിലച്ചിട്ട് ഒരു വർഷം പിന്നിട്ടിട്ടും സർവീസ് പുനരാരംഭിക്കാത്തതിനാലാണ് കൌൺസിൽ യോഗത്തിൽ പ്രതിഷേധവുമായി UDF ജനപ്രതിനിധികൾ രംഗത്ത് വന്നത്. പ്ലക്കാർഡുകളേന്തിയാണ് കൌൺസിലർമാർ പ്രതിഷേധിച്ചത്. കരാറുകാരും നഗരസഭയും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് ഒരു വർഷത്തിലധികമായി നിർത്തിവെച്ച ജങ്കാർ സർവീസ് പുനരാരംഭിക്കാൻ ഇതുവരെ നഗരസഭയ്ക്കായിട്ടില്ല. ഉടൻ പുനരാരംഭിക്കുമെന്ന പതിവ് പല്ലവി തന്നെയാണ് നഗരസഭയ്ക്ക് ഇപ്പോഴുള്ളത്. വാഹനയാത്രക്കാരും വിദ്യാർത്ഥികളും വ്യാപാരികളും ഏറെ ആശ്രയിച്ചിരുന്ന ജങ്കാർ സർവീസിന് പകരമായി നഗരസഭ ഇപ്പോൾ നടത്തുന്ന ബോട്ട് സർവീസ് അപകടകരമായ സാഹചര്യത്തിലാണ് മുന്നോട്ടു പോകുന്നത്. കഴിഞ്ഞ ദിവസം തുറമുഖ വകുപ്പ് നടത്തിയ പരിശോധനയിൽ മതിയായ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാൽ നഗരസഭയുടെ ബോട്ട് സർവീസ് നിർത്തിവെപ്പിക്കുകയും പിഴ ഈടാക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വലിയൊരു പ്രശ്നമുണ്ടായി. നഗരസഭ തന്നെ നിയമം ലംഘിക്കുന്ന ഒരു സാഹചര്യം, 10,000 രൂപ പിഴ അടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജങ്കാർ സർവീസ് ഒരുപാട് വിദ്യാർത്ഥികൾക്കും ജോലിക്ക് പോകുന്ന ആളുകൾക്കൊക്കെ വലിയ ഗുണകരമായ ഒരവസ്ഥാവിശേഷം ഇവിടെ ഉണ്ടായിരുന്നു. ഒരു വർഷത്തോളത്തിലധികമായി ജങ്കാർ സർവീസ് നിർത്തിവെച്ച സാഹചര്യമാണുള്ളത്. ആ ജങ്കാർ സർവീസ് പുനരാരംഭിക്കുകയും യാത്രാക്ലേശം പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യണം. ഇത് ലൈസൻസ് ഇല്ലാത്ത ആളുകൾക്ക് ബോട്ട് ഓടിക്കാൻ കൊടുത്ത് ഇവിടുത്തെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന രൂപത്തിലേക്ക് നഗരസഭ തന്നെ മുന്നോട്ട് പോകുന്നത് നിയമം പാലിക്കണമെന്ന് നഗരസഭ അവരോട് പറയണമെങ്കിൽ മിനിമം നഗരസഭ നടത്തുന്ന മാന്യമായി നടത്താൻ നമുക്ക് സാധിക്കണം. അത് നടത്താത്ത സാഹചര്യം കൊണ്ടാണ് 10,000 രൂപ പിഴ അടയ്ക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ആവശ്യം ബോട്ട് സർവീസ് മാത്രമല്ല, ജങ്കാർ സർവീസ് പുനരാരംഭിക്കുക എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം. ആ ആവശ്യം ഉടനടി പരിഹാരം കാണാൻ നഗരസഭാ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് അങ്ങ് തയ്യാറാകണമെന്നാണ് UDFന്റെ കൗൺസിലർമാർക്ക് ഈ കൗൺസിൽ അവതരിപ്പിക്കാറുള്ളത്. യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി ഉടൻ തന്നെ ജങ്കാർ സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കൌൺസിൽ യോഗത്തിൽ നടന്ന പ്രതിഷേധത്തിന് പ്രതിപക്ഷ നേതാവ് ഫർഹാൻ BM, കൌൺസിലർമാരായ ശ്രീകല ചന്ദ്രൻ, ആയിഷ അബ്ദു, KM ഇസ്മായിൽ, അബ്ദുൾ റാഷിദ് നാലകത്ത്, AP ഷബീർ അബി, പ്രിയങ്ക വേലായുധൻ എന്നിവർ നേതൃത്വം നൽകി. പക്ഷെ അങ്ങനെയാണെങ്കിലും നമുക്ക് ഓരോരുത്തരെയും ഇൻഡിവിജ്വലായിട്ട് ഇവിടുന്ന് പോയി ഓരോ ദിവസം പരിശോധിക്കുന്നതിനുള്ള സംവിധാനം നമ്മളെ സംബന്ധിച്ചിടത്തോളമില്ല. അത് മാത്രമല്ല, അത് പരിശോധിക്കാനുള്ള ഫോറൻ ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദപ്പെട്ട ഉൾപ്പെടെയുള്ള ആളുകളാണ് എന്നുള്ളതുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടലാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മുമ്പത്തെ കൊച്ചി ഈ ഏജൻസീസ് അവരുൾപ്പെടെയുള്ള ആളുകള് കൺസൾട്ട് ചെയ്യുന്ന അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞിട്ടുള്ളത് അവർക്ക് ഇവിടെ പൊന്നാനിയിൽ സർവീസ് നടത്തുന്ന യാത്രക്കാർക്കുള്ള കുറവായ സാഹചര്യത്തിൽ അവർക്ക് ലാഭകരമല്ല എന്നുള്ളത് കൊണ്ട് അതിനവർ തയ്യാറല്ല. അതിന് പകരം ഈ ജങ്കാർ നഗരസഭയ്ക്ക് വിട്ടുതരികയും അത് നടത്താൻ ഫിറ്റായിട്ടുള്ള ആളുകളെ നഗരസഭ നിയോഗിക്കുന്നത് സംബന്ധിച്ച് ആലോചിച്ചാൽ ഒരു നിശ്ചിത വാടക ഞങ്ങൾക്ക് കൈമാറി ഞങ്ങൾ അതിന് തയ്യാറാണ് എന്ന രീതിയിൽ 2 ടീമുകളൊക്കെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അവരെ വിളിച്ചു വിസിറ്റ് ആൻഡ് വിന്നിലൂടെ നേടാം ഡയമണ്ട് നെക്ലസ്. സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് നേടാം പ്രത്യേക ഡിസ്കൗണ്ടുകൾ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 20% സ്പെഷ്യൽ ഓഫർ, ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകൾ, സൗജന്യ കാതുകുത്തൽ, വെഡിംഗ് പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ. കേരള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ ഫാമിലി ജ്വല്ലർ, മെയിൻ റോഡ്, വടക്കേക്കാട്.